വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 16-ാം വാക്യം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 16-ാം വാക്യം. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു തമ്പുരാൻ തൻ്റെ ഗിരിപ്രഭാഷണ സമയങ്ങളിൽ തന്നോടൊപ്പമായിരുന്ന അനേകർക്ക് വെളിച്ചം നൽകുന്ന ഉപദേശങ്ങൾ നൽകുന്നതായി വേദപുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വളരെ ഹൃദ്യമായി തമ്പുരാൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യേശു തമ്പുരാൻ ഇവിടെ പറയുന്നത്, നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കണം. ആദ്യമേ എന്താണ് നല്ല പ്രവൃത്തി എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ടല്ലോ. കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ജൂലൈ മാസമാണ് പരിശുദ്ധ പൗലോസ് സ്തുതിയൻ ബാവായുടെ ഓർമ്മദിനത്തിൽ സംബന്ധിക്കുവാൻ വേണ്ടി ദേവലോകത്തേക്ക് പോകുമ്പോൾ ഈ ദേവാലയത്തിൽ കയറി പ്രാർത്ഥിക്കുവാനിടയായപ്പോഴാണ് ഒന്നനായ കുര്യാക്കോസ് അച്ഛൻ ഈ ഒരു നിയോഗത്തെക്കുറിച്ച് എൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. അച്ഛൻ അന്നു മുതൽ ഇന്നലെ വരെയും പറഞ്ഞു, 10:45 മണിയാകുമ്പോൾ നമസ്കാരം തുടങ്ങും, അച്ഛൻ അതിന് മുൻപ് ഇങ്ങെത്തണം. അച്ഛനെ സംബന്ധിച്ച് 10:45 മണിക്ക് മുൻപേ എത്തുന്നതാണ് അച്ഛനെ സംബന്ധിച്ച് നല്ല കാര്യം, നല്ല പ്രവൃത്തി. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 10:45 മണി കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞാലും വലിയ കുഴപ്പമില്ല. അപ്പോൾ ആരുടെ ഭാഗമാണ് ഇതിനകത്ത് ശരിയായിട്ടുള്ളത്, ആരുടെ പ്രവൃത്തിയാണ് നല്ലത് എന്നുള്ളത് നാം ചിന്തിക്കുന്ന അല്പസമയമാണ് നമുക്ക് മുൻപിലുള്ളത്. നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് മറ്റുള്ളവർ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തണം. നിശ്ചയമായിട്ടും സമയത്തിന് എത്തിച്ചേർന്നില്ല എങ്കിൽ വിളിക്കുന്ന അച്ഛൻ്റെ ഉള്ളിലുണ്ടാകുന്ന ആശങ്കകൾ, പ്രത്യേകിച്ച് വൈദികരെന്നുള്ള നിലയിൽ ഞങ്ങൾക്കേറെ അനുഭവേദ്യമായ കാര്യങ്ങളാണ്. വിളിക്കുന്നവർ 5 മിനിറ്റ് വൈകിയാൽ, 10 മിനിറ്റ് വൈകിയാൽ ആ പരിപാടികൾ എങ്ങനെ സംഘടിപ്പിക്കും, എങ്ങനെ നടത്തുമെന്നുള്ളത് ഒരു ആധി പലപ്പോഴും ഞങ്ങളുടെയൊക്കെ ഉള്ളിലുണ്ട്. അപ്പോൾ നമ്മുടെ പ്രവൃത്തികൾ നല്ലതാണോ മോശമാണോ എന്നെങ്ങനെയാണ് തീരുമാനിക്കുക? നല്ല പ്രവൃത്തികളിലൂടെ ദൈവനാമം മഹത്വപ്പെടുത്തുവാനുള്ളതാണ് നമ്മുടെ വിളി. ഒരു വൈദികൻ തൻ്റെ ഇടവകയിൽപ്പെട്ട ഒരു ഭവനത്തിലേക്ക് ഭവന സന്ദർശനാർത്ഥം പ്രവേശിക്കുകയാണ്. ആ ഭവനത്തിൻ്റെ മുറ്റത്തേക്ക് അടുക്കുമ്പോൾ തന്നെ ഒരമ്മ ഒരു മകളെ നന്നായി ശകാരിക്കുന്ന ശബ്ദം ഈ അച്ഛൻ കേൾക്കുകയാണ്. അച്ഛൻ വീടിനുള്ളിലേക്ക് പ്രവേശിച്ചു. എന്നിട്ടും അമ്മയുടെ ആ ദേഷ്യഭാവം, കോപം അടങ്ങുന്നില്ല. മകളെ വീണ്ടും ശകാരിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് അച്ഛൻ കാര്യങ്ങൾ തിരക്കുകയാണ്, എന്താണ് സംഭവിച്ചത്. ഇപ്പോൾ ഈ അമ്മ അച്ഛന് കൊടുക്കുന്ന മറുപടി, അച്ഛാ, ഇവൾക്ക് എല്ലാ ദിവസവും സ്കൂളിൽ ഞാനൊരു റബ്ബർ കൊടുത്തു വിടേണ്ട അവസ്ഥയാണ്. അച്ഛനും ആശ്ചര്യമായി, എന്തിനാണ് എല്ലാ ദിവസവും ഇങ്ങനെ റബ്ബർ തുടയ്ക്കുവാനായിട്ട് കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുത്തുവിടുന്നത്?
അപ്പോൾ ആ കുഞ്ഞിൻ്റെ മറുപടിയൂടെ കേൾക്കണമല്ലോ. കുഞ്ഞിനോട് ചോദിച്ചു, എന്താണ് കുഞ്ഞെ ഇങ്ങനെ സംഭവിക്കുന്നത്? കുഞ്ഞിൻ്റെ മറുപടി ഏറെ ശ്രദ്ധേയമാണ്. എൻ്റെ കൂടെ റബ്ബർ ഇല്ലാതെ പഠിക്കുവാനിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. ആരെങ്കിലുമൊക്കെ കൊണ്ടുവരാതെ ഇരിക്കും. അവർക്ക് ഞാനിത് കൊടുക്കുന്നതാണ്. ഒരമ്മയുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഈ കുഞ്ഞ് തങ്ങളുടെ വീട്ടിലെ സമ്പത്ത് ഒരു വഴിക്കൂടെ നഷ്ടപ്പെടുത്തുന്നതായി അമ്മയ്ക്ക് കാണുവാൻ, മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. എന്നാൽ അതിനപ്പുറത്തേക്ക് നോക്കുമ്പോൾ, ഈ കുട്ടിയുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ, തന്നോടൊപ്പമായിരിക്കുന്നവരുടെ, തന്നോട് ചേർന്നിരിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവരുടെ പ്രയാസങ്ങളിൽ, സങ്കടങ്ങളിൽ ഈ കുഞ്ഞ് തൻ്റെ ഉപകരണങ്ങൾ, തൻ്റെ സമ്പാദ്യങ്ങൾ പങ്കിടുന്നതായ ഒരനുഭവം. പ്രിയപ്പെട്ടവരെ, ആര് ചെയ്യുന്നതാണ് നല്ല പ്രവൃത്തി? പലപ്പോഴും നമ്മളെയൊക്കെ അലട്ടുന്നതാണ് ഇത്തരത്തിലുള്ളതായ കാര്യങ്ങൾ. കുഞ്ഞ് ഇല്ലാത്ത ഒരു കുട്ടിക്ക് തൻ്റെ റബ്ബർ പങ്കിടുകയാണ്. അമ്മയുടെ കാഴ്ചപ്പാടിൽ തൻ്റെ മുതൽ നശിപ്പിക്കുന്നതായ ഒരു പെൺകുട്ടി. തീർച്ചയായിട്ടും ആരുടെ ഭാഗത്താണ് നന്മയുടെ പ്രവൃത്തി ഉള്ളത്? മറിയച്ചേട്ടത്തിയെ മലയാളികൾ അത്ര വേഗം മറക്കുവാനിടയില്ല. കഴിഞ്ഞ ഒരിടക്കാലത്ത് പെൻഷൻ ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് യാചിച്ചുകൊണ്ട് തെരുവുകളിലൊക്കെ നടക്കുന്നത് മാധ്യമങ്ങൾ ഒപ്പിയെടുത്തതും നമ്മൾ കണ്ടതും ഒക്കെ ഇന്നലകളിൽ പോലെ നാം ഓർക്കുന്നുണ്ടല്ലോ. ഒരുപക്ഷെ ചിലർക്ക് അത് പ്രയാസങ്ങൾ ഉളവാക്കുന്ന സംഗതിയാണ്. എന്നാൽ മറ്റു ചിലർക്ക് അതല്പം ചിരിയുടെ വക നൽകുന്നു, സന്തോഷത്തിന് വക നൽകുന്നു. അല്പം വിമർശനാത്മകമായ രീതിയിൽ നമുക്കതിനെ വിമർശിക്കുവാനൊക്കെയും സാധിക്കുന്നു. ആരുടെ പ്രവൃത്തിയാണ് നല്ലത്? പെൻഷൻ കാശുകൊണ്ട് ജീവിതം കൂട്ടിമുട്ടിക്കുവാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീയുടെ വേദന നാം കാണുന്നു. അത് കൊടുക്കുവാൻ അതിനെ തടഞ്ഞു നിർത്തുന്ന ഒരു ചെറിയ സമൂഹത്തിൻ്റെ ഇടപെടൽ നാം കാണുന്നു. അതിനെയൊക്കെ ആഘോഷമാക്കുന്ന മറ്റൊരു വിഭാഗത്തിൻ്റെ ചിത്രം നാം കാണുന്നു. ആരുടെ പ്രവൃത്തിയാണ് നല്ലത്? നമ്മുടെയൊക്കെ പള്ളിപ്പരിസരങ്ങൾ സാധാരണഗതിയിൽ നിന്ന് കുറച്ചുകൂടെ സജീവമാകുന്നത് നമുക്കറിയാവുന്നതുപോലെ പെരുന്നാളുകളുടെ സമയത്താണ്. നമ്മൾ നന്നായില്ലെങ്കിലും നാട്ടുകാർ നന്നാവണം എന്നുള്ള രീതിയിലാണ് നമ്മളതിൻ്റെ ശബ്ദ ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്നത്. കോമ്പൗണ്ടിന് പുറത്ത്, തെങ്ങിന് മുകളിൽ ഒക്കെ നമ്മൾ കോളാമ്പികളൊക്കെ കൊണ്ടുവച്ച് നാട്ടുകാരെ നന്നാക്കുവാനുള്ള ശ്രമങ്ങളൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ട്. ഈ ശരികൾ, ഇതിൽ ഏതാണ് ശരി? നമ്മൾ നന്നാവുകയും നമ്മളിലൂടെ മറ്റുള്ളവർ നമ്മിലേക്ക് വന്ന് നമ്മളിലൂടെ ദൈവത്തെ കാണുകയും അനുഭവിക്കുകയും ചെയ്യേണ്ടതായ അനുഭവമാണ്. ഇസ്രായേലിൻ്റെയും പാലസ്തീൻ്റെയും യുദ്ധങ്ങൾ ഒക്കെ നാം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഗാസയിൽ കുട്ടികൾ അനുഭവിക്കുന്ന, കുട്ടികൾ മാത്രമല്ല എല്ലാ വിഭാഗം ആളുകളും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ. ഏറ്റവും സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം ചിത്രമടക്കം കാണുവാനിടയായി. ആഹാരം വിളമ്പിക്കൊടുക്കുന്ന മേശയുടെ അടിയിലൂടെ
ഒരു കൊച്ചുകുഞ്ഞ് പാത്രം നീട്ടിപ്പിടിക്കുകയാണ് തനിക്ക് വിശപ്പിനു വേണ്ടി. ആരുടെ ഭാഗത്താണ് ശരി? ആരുടെ പ്രവൃത്തിയാണ് നല്ലത്? പ്രിയപ്പെട്ടവരെ, ആർക്കിഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ പ്രവൃത്തി നല്ലതാകുന്നത്? ആർക്കിഷ്ടപ്പെടുമ്പോഴാണ് എൻ്റെയും നിങ്ങളുടെയും പ്രവൃത്തിയൊക്കെയും നല്ലതായി തീരുന്നത്? ഒരുപക്ഷെ ഞാൻ നല്ലതെന്ന് പറയുന്നത് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും അത്ര നല്ലതാകണം എന്ന് നിർബന്ധമില്ല. നിങ്ങൾ പറയുന്ന ശരികൾ ഒരുപക്ഷെ നമുക്ക് ഓരോരുത്തർക്കും അത്ര ശരിയാകണമെന്നും നിർബന്ധമില്ല. ഓരോരുത്തരുടെയും ചിന്തകളുടെയും ഓരോരുത്തരുടെയും ആത്മീക തലത്തിൻ്റെ ഉന്നതിക്കുമനുസരിച്ചാണ് പലപ്പോഴും നമുക്ക് ആ നന്മതിന്മകളെ വിവേചിച്ചറിയുവാൻ സാധിക്കുക. അതിനപാരമായ ഒരു ദൈവകൃപ നമ്മിലുണ്ടാകണം. അപാരമായ ദൈവകൃപ. നമുക്കറിയാം, യേശു തമ്പുരാനോട് ഒപ്പം 12 ശിഷ്യന്മാർ, എപ്പോഴും തമ്പുരാനോടൊപ്പം സഞ്ചരിച്ചവർ, അവൻ്റെ നിലവിലും അവൻ്റെ ഉറക്കത്തിലും ഊണിലുമെല്ലാം അവനോടൊപ്പമായിരുന്ന 12 പേർ. പക്ഷേ എവിടെയോ ചില സ്വാർത്ഥതകൾക്ക് മുൻപിൽ മുട്ടുമടക്കേണ്ടി വന്ന ഒരാളാണ് യൂദ. ക്രിസ്തുവിനോട് കൂടെ നടന്നോ എന്ന് ചോദിച്ചാൽ നടന്നു. അവൻ സ്വാധീനിച്ചോ എന്ന് ചോദിച്ചാൽ ക്രിസ്തു സ്വാധീനിക്കുകയും ചെയ്തു. എന്നാൽ നിരന്തരമായി നമ്മെ ദൈവസന്നിധിയിൽ പിടിച്ചു നിർത്തേണ്ട കൃപ, പ്രിയപ്പെട്ടവരെ, അത് നമുക്ക് നഷ്ടപ്പെടുവാൻ ഇമ്മിണി നേരം മതി എന്നുള്ളതാണ് മനുഷ്യ ജീവിതത്തിൽ നാം തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം. യേശുവിനോട് കൂടെ നടക്കുക. യേശു തമ്പുരാൻ ജനിക്കുന്ന വാർത്തയനുസരിച്ച് നോക്കുമ്പോൾ, പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷത്തിലും വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിലും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ, അവൻ എവിടെ ജനിച്ചു എന്ന് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ഒക്കെ വട്ടം കൂടിയിരുന്ന് ആലോചിക്കുകയാണ്. അവരവിടെ വേദഭാഗം തുറന്നു നോക്കുന്നുണ്ട്. ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നത്, ക്രിസ്തു ആരാണ് എന്നറിയാനൊക്കെ ശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരും ഒക്കെ കൂടിയിരുന്ന് ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഈ പരിശുദ്ധമായ ഗ്രന്ഥമൊക്കെ മടക്കി വെച്ചതിന് ശേഷം അവർ ചിന്തിക്കുന്നത് അവനെ കൊല്ലുവാനാണ്. 2 വയസ്സിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളും മരണപ്പെടണം എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് മഹാപുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെയും അനുഭവ തലങ്ങൾ മാറുന്നുണ്ട് എങ്കിൽ ഒന്നുമല്ലാത്ത ഏതുമല്ലാത്ത നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവാത്മാവിനെ പരിശുദ്ധ മാമോദീസായിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് സന്നിവേശിപ്പിച്ച് തന്നിട്ടുണ്ടെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെടുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതെയാകുവാൻ നിമിഷ നേരങ്ങൾ മതി എന്നുള്ളത് ഈ കഴിഞ്ഞ കാലങ്ങളിലെ നമ്മുടെ ജീവിക്കുന്ന ഈ ചുറ്റുപാടിൻ്റെ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയാൽ നമുക്ക് മനസ്സിലാകുന്നതേയുള്ളൂ. ഇസ്രായേലിൻ്റെ ഏറ്റവും ശ്രദ്ധേയനായ രാജാവ് ദാവീദ് രാജാവ്, രാജാവിനെ വാഴിക്കുന്നതൊക്കെ നമുക്കറിയാം. ആ വലിയ സെറിമണിയൊക്കെ കഴിഞ്ഞ് രാജാവിനെ അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നു. പക്ഷേ ദാവീദ് രാജാവ് പാപത്തിന് അടിമപ്പെടുകയാണ്.
പാപത്തിൽ പെട്ടുപോവുകയാണ്. ആ സാഹചര്യത്തിലാണല്ലോ 51-ാം സങ്കീർത്തനം ദാവീദ് എഴുതുന്നത്. ആ സങ്കീർത്തനത്തിൽ ഏറ്റവും ഹൃദ്യമായ ഒരു വരി ഇപ്രകാരമുണ്ട്. 11-ാം വാക്യത്തിൽ, ദൈവമേ, നിന്റെ ആത്മാവിനെ എൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കരുതേ. ഇസ്രായേൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ശക്തനായ രാജാവ് ദാവീദ് രാജാവ് ദൈവസന്നിധിയിൽ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, നിന്റെ ആത്മാവിനെ എൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കരുതേ. എന്തിനാണ് ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിച്ചത്? സ്വിച്ചിട്ടാൽ അനങ്ങുന്ന സംവിധാനമുള്ള രാജ്യം, അവിടെ ആ രാജ്യത്തിൻ്റെ മഹാനായ രാജാവ് നെടുവീർപ്പോടെ ദൈവസന്നിധിയിൽ കരയുകയാണ്, ദൈവമേ, നിന്റെ ആത്മാവിനെ എൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കരുതേ. പ്രിയപ്പെട്ടവരെ, ദൈവാത്മാവ് നഷ്ടപ്പെട്ടാൽ, ദൈവിക ചൈതന്യം നഷ്ടപ്പെടുത്തിയാൽ ഞാനും നിങ്ങളും ഏതുമില്ല എന്നുള്ളതായ തിരിച്ചറിവിലേക്ക് നാം നടന്നെടുക്കേണ്ടതായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നല്ലതെന്ന് പറയുന്നത് കൊണ്ട് എല്ലാം നല്ലതാവണം എന്നില്ല. അതിനുത്തമ ഉദാഹരണമാണ് ഇതുപോലെ ഒരു വെള്ളിയാഴ്ചയിൽ നമ്മുടെ കർത്താവായ യേശു തമ്പുരാൻ ഗോകുൽത്തായുടെ മുകളിൽ യാഗമായി തീരേണ്ടി വന്നത്. ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്, വാട്ട് ഈസ് പോപ്പുലർ ഈസ് നോട്ട് ഓൾവേസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റൈറ്റ് ഈസ് നോട്ട് ഓൾവേസ് പോപ്പുലർ. പ്രശസ്തമായത് എപ്പോഴും ശരിയാകണം എന്നില്ല, ശരിയായത് എല്ലാം പ്രശസ്തമാകണമെന്നും നിർബന്ധമില്ല. യേശു തമ്പുരാനെ ക്രൂശിക്കുവാൻ തക്കവണ്ണം ഒരുമ്പെടുമ്പോൾ നിശ്ചയമായിട്ടും നമുക്കറിയാവുന്നതുപോലെ അവൻ ആർക്കും ഒരു ഉപദ്രവവും വരുത്തിയിട്ടില്ല. യേശു തമ്പുരാൻ ആർക്കും ഒരു ഉപദ്രവവും വരുത്തിയിട്ടില്ല. പക്ഷേ എല്ലാവർക്കും അത് നന്നായി പരിഗണിച്ചില്ല, പരിണമിച്ചില്ല എന്നുള്ളതാണ് യേശു തമ്പുരാന്റെ ജീവിതത്തിൽ നാം കാണുന്ന ഒരു സത്യം. മലയാളിക്ക് മറക്കുവാനിടയില്ലാത്ത ഒരു സ്ത്രീരത്നമാണ് നങ്ങേലി. 1800-കളിൽ തിരുവിതാംകൂറിൽ നടമാടിയിരുന്ന ഒരു സിസ്റ്റം മാറുമറയ്ക്കുവാൻ താഴേക്കിടയിൽപ്പെട്ട സ്ത്രീകൾക്ക് അവകാശമുണ്ടായിരുന്നില്ല. അങ്ങനെ താഴേക്കിടയിൽ കിടക്കുന്ന സ്ത്രീകൾക്ക് നിഷേധിക്കപ്പെട്ട അവകാശം അത് പുനഃസ്ഥാപിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ നടക്കണമെങ്കിൽ, മാറുമറച്ചുകൊണ്ട് നടക്കണമെങ്കിൽ ഈ രാജാവിന് നികുതി കൊടുക്കേണ്ട ഒരു നാടായിരുന്നു നമ്മുടേത്. അങ്ങനെ നികുതി കൊടുക്കാൻ മനസ്സില്ല എന്ന് പറഞ്ഞ് അങ്ങാടിയിൽ ഇറങ്ങി നടക്കാൻ ആഗ്രഹിച്ച നങ്ങേലിക്ക് എതിരെ രാജാവ് പ്രവർത്തിക്കുന്നു. നങ്ങേലി തൂശനിലയിൽ, വാഴയിലയിൽ തൻ്റെ മാറ് മുറിച്ച് രാജാവിന് സമർപ്പിക്കുന്ന ധീരമായ ഒരു യുവതി. ചേർത്തലക്കടുത്തുള്ള സ്ഥലമാണ് ഈ നങ്ങേലി ജീവിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത്, അനേകരുടെ വിയർപ്പും അനേകരുടെ രക്തവും അനേകരുടെ അധ്വാനത്തിൻ്റെ ഫലവും കൂടെയാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ചില സാംസ്കാരിക മുന്നേറ്റം എന്നുള്ളത് കൂടെ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം,
അടിമക്കച്ചവടം നിലനിന്നിരുന്ന ഒരു രാജ്യമാണ്. എബ്രഹാം ലിങ്കൺ പരാജയങ്ങളിൽ നിന്നേക്ക് പോവുകയും പരാജയങ്ങളുടെ പടുകുഴിയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത ഒരു പ്രസിഡന്റ്. അദ്ദേഹം ആ അമേരിക്കയുടെ അത്യുന്നത പദവിയിലേക്ക് വരുമ്പോൾ അമേരിക്കയുടെ അടിമക്കച്ചവടം അവസാനിപ്പിക്കുവാൻ അദ്ദേഹം ശ്രമിക്കുകയാണ്. നിശ്ചയമായിട്ടും കുറെ അധികം ആളുകൾ അതിനെ എതിർത്തിട്ടുണ്ട്, ശക്തമായ ഭാഷയിൽ എതിർത്തിട്ടുണ്ട്. അങ്ങനെ ആ എതിർപ്പിൽ എബ്രഹാം ലിങ്കണെ വധിക്കുന്ന ഒരു സാഹചര്യവും ചരിത്രത്തിലുണ്ട് എന്നുള്ളത് നമുക്കറിയാം. മാർട്ടിൻ ലൂതർ വർണ്ണവിവേചനത്തിനെതിരെ ശക്തമായി സംസാരിച്ച് ഐ ഹാവ് എ ഡ്രീം എന്ന് പറഞ്ഞ് 1963 ലോങ് മാർച്ച് നടത്തിയ ഒരു മനുഷ്യൻ 4 പതിറ്റാണ്ട് നീണ്ട വർണ്ണവിവേചനത്തിന് അദ്ദേഹം നൽകിയ സംഭാവന, ചെറുത്തുനിൽപ്പ് അത്ര ചെറുതല്ല എന്ന് നാം തിരിച്ചറിയുന്നുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, ആരുടെ പ്രവൃത്തിയാണ് നല്ലത്? ഞാൻ പറഞ്ഞതുപോലെ ഈ മുന്നേറ്റങ്ങളൊക്കെ നടത്തുവാൻ വേണ്ടി മുന്നോട്ട് വന്ന അനേകം ആളുകളുടെ സമർപ്പണവും ത്യാഗവും അവരുടെ വിയർപ്പും രക്തവും ഒക്കെ ഇന്ന് കാണുന്ന നമ്മൾ ഉൾപ്പെടുന്ന സമൂഹത്തിന് വെള്ളവും വളവുമായി തീർന്നു എന്നുള്ളതും നാം വിസ്മരിച്ചു പോകരുത്. നല്ലതേത്, തിന്മയേത്, ചീത്തയേത് എന്നുള്ളത് തിരിച്ചറിയുവാൻ പാടില്ലാത്തവണ്ണം നമ്മുടെ സാംസ്കാരിക മണ്ഡലം മാറുകയാണ്. നമ്മുടെ ആധ്യാത്മിക മണ്ഡലം ആ തരത്തിലേക്ക് മാറുകയാണ്. ഏതാണ് ശരിയെന്നും ഏതാണ് തെറ്റെന്നും വിവക്ഷിക്കുവാൻ കഴിയാത്ത തരത്തിലേക്ക് നമ്മുടെയൊക്കെ മനസ്സിൻ്റെ അവസ്ഥ തന്നെ മാറുന്നുണ്ട് എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്, ഈ ശരിയേത് തെറ്റേത് എന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം അപാരമായ ദൈവകൃപ നമ്മൾ പുലർത്തേണ്ടതായിട്ടുണ്ട്. അപാരമായ ദൈവകൃപ. പരിശുദ്ധ കന്യകമറിയാം ഒരു ഉദാഹരണമാണ്. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ഒരു ഉദാഹരണമാണ്. കന്യകമറിയാമിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ചിത്രമാണ് ഗബ്രിയേൽ മാലാഖയുടെ സന്ദേശം ലഭിക്കുന്ന ആ കൊച്ചു പെൺകുട്ടി. ഗബ്രിയേൽ ദൂതൻ കന്യകമറിയാമിന്റെ അടുക്കൽ പറയുകയാണ്, കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം. പ്രിയപ്പെട്ടവരെ, ലോകപ്രകാരം നോക്കിയാൽ, ഈ ലോകത്തിൻ്റെ അളവുകോലുകൾ വെച്ചുകൊണ്ട് നോക്കിയാൽ കന്യകമറിയാം ദൈവമാതാവ് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ സമാധാനം അനുഭവിച്ചിട്ടുണ്ടോ? ഗബ്രിയേൽ ദൂതന്റെ ഈ സന്ദേശം ലഭിക്കുന്നതോടുകൂടി ഈ ലോകപ്രകാരമുള്ള സമാധാനം അവൾക്ക് നഷ്ടപ്പെടുകയാണ്. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലനെ ദൈവം വിളിച്ച് വേർതിരിച്ച് നിർത്തി അവനോട് പറയുകയാണ്, അവൻ്റെ ശരീരത്തിൻ്റെ വേദനകളില്, മുറിവുകളില് ദൈവസന്നിധിയിൽ പൊട്ടിക്കരയുമ്പോൾ അവനെയും തമ്പുരാൻ ബലപ്പെടുത്തുന്നു, എൻ്റെ കൃപ നിനക്ക് മതി. കന്യകമറിയാമിനോടും ദൈവത്തിൻ്റെ അരുളപ്പാടിതാണ്, കൃപ നിറഞ്ഞവളെ. ഇത് രണ്ടും ഓർത്തഡോക്സ് ആധ്യാത്മികതയിൽ വളരെ പ്രധാനപ്പെട്ട 2 വാക്കുകളാണ്. കൃപ നിറയുക, സമാധാനമുള്ളവരായി തീരുക എന്നുള്ളത്. ഞാൻ പറഞ്ഞാൽ ഭൗതികമായ നിലയിൽ, മാനുഷികമായ നിലയിൽ
കന്യകമറിയാമിന് സമാധാനം നഷ്ടപ്പെട്ടു. പക്ഷേ അവളുടെ ജീവിതയാത്രയിൽ അവൾ നേരിടേണ്ടി വരുന്ന എല്ലാ അപകടങ്ങളിലും, എല്ലാ കുഴികളിലും, എല്ലാ പതനങ്ങളിലും അവൾക്ക് ദൈവം കച്ചിത്തുരുമ്പായി മാറി എന്ന് നാം തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, പലതരത്തിലുള്ളതായ വേദനകളിലൂടെയും സങ്കടങ്ങളിലൂടെയും കണ്ണീർ കയങ്ങളിലൂടെയും ഉഴലുന്ന അനേകർ ഇന്ന് ഈ ദേവാലയത്തിൻ്റെ അന്തരീക്ഷത്തിലായിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, നാം ബലപ്പെടേണ്ടത് ദൈവ ചിന്തയിലും ദൈവാശ്രയത്തിലുമാണ്. വലിയവനായ ദൈവം കന്യകമറിയാമിനെ എങ്ങനെ പിടിച്ചു നിർത്തിയോ, അങ്ങനെ എന്നെയും പിടിച്ചു നിർത്താൻ കഴിവുള്ളൊരു ദൈവം എനിക്കുണ്ട് എന്നുള്ളതായ ബോധ്യത്തോടെ, ആ ഒരു ഉറപ്പോടെ ഈ ദേവാലയ അന്തരീക്ഷത്തിൽ നിന്ന് വിട്ടുപോകുവാൻ നമുക്കിടയാകണം. പ്രിയപ്പെട്ടവരെ, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തും അനേകർ എന്തിനാണ് നമുക്ക് സ്വാതന്ത്ര്യമെന്ന് ചോദിച്ചവരുമുണ്ട്. അതിന് കാരണങ്ങളുമുണ്ട്. നമുക്കെന്തിനാണിപ്പോൾ സ്വാതന്ത്ര്യം? കാരണം നമുക്ക് അത്യാവശ്യം നല്ല റോഡുകളുണ്ട്, നമുക്ക് റെയിൽവേ പാളങ്ങളുണ്ട്, നമുക്ക് മറ്റ് സംവിധാനങ്ങളൊക്കെ ഇവരൊരുക്കി തരുന്നുണ്ട്. പിന്നെ എന്തിനാണ് നമുക്കൊരു പുതിയ സ്വാതന്ത്ര്യം എന്ന് ചോദിച്ചവരും നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നുള്ളത് നാം അറിയണം. എന്തിനാണ് നമ്മൾ ഇനിയും ബുദ്ധിമുട്ടുന്നത്? നമ്മളിനി ആകുലപ്പെടുന്നത്, ആശങ്കപ്പെടുന്നത് എന്തിനാണ്? നമുക്ക് ആവശ്യമായ എല്ലാ തരത്തിലുള്ളതായ സംവിധാനങ്ങളും അവർ നമുക്ക് നൽകുന്നുണ്ടല്ലോ. മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ ദൈവം തമ്പുരാൻ തൻ്റെ സ്വന്തം ജനത്തെ വിമോചിപ്പിച്ചു കൊണ്ടുവരികയാണ്. ഈ വിമോചിപ്പിച്ചു കൊണ്ടുവരുമ്പോൾ വർഷങ്ങളുടെ യാത്രയാണ്, കഷ്ടപ്പാടുകളുണ്ട്, മരുഭൂമി പ്രയാണമാണ്. അവർ മോശയോട് പിറുപിറുക്കുകയാണ്. നമ്മളൊക്കെയും നമ്മുടെ വീടുകളിലും നമ്മുടെ ദേവാലയ അന്തരീക്ഷത്തിലുമൊക്കെ പലപ്പോഴും പല കാര്യങ്ങളിലും പിറുപിറുക്കാറുണ്ട്. അങ്ങനെ മോശയുടെ നേതൃത്വത്തിൽ വരുന്നവരും മോശയോട് പിറുപിറുക്കുകയാണ്. ഞങ്ങൾ എന്തിനാണ് നീ ഇവിടേക്ക് വിളിച്ചു കൊണ്ടുവന്നത്? ഞങ്ങൾ എന്തിനാണ് നീ കഷ്ടപ്പെടുത്തുന്നത്? ഞങ്ങൾക്കവിടെ ഇറച്ചിക്കലങ്ങൾ ഉണ്ടായിരുന്നു, സുഭിക്ഷമായ ഭക്ഷണങ്ങൾ ഞങ്ങൾക്കവിടെ ഉണ്ടായിരുന്നു. പിന്നെ എന്തിനാണ് ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? പ്രിയപ്പെട്ടവരെ, ആര് ചെയ്തതാണ് നല്ല പ്രവൃത്തി? നിശ്ചയമായും നാം മനസ്സിലാക്കേണ്ടത്, നല്ലത് എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ നമുക്ക് പിടിതരുന്ന ഒന്നല്ല. നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ഒന്നല്ല നല്ലത് എന്നുള്ളത്. എന്താണ് നല്ലത് എന്ന് വിവേചിക്കുവാനുള്ള ഒരു കൃപ നമ്മൾ നേടേണ്ടതായിട്ട് ഉണ്ട്. ഭൂവാസികളെ യഹോവയ്ക്ക് ആർപ്പിടുവീൻ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു ഗാനം നമുക്കറിയാം. 150 സങ്കീർത്തനത്തെ ആസ്പദമാക്കി എഴുതിയ ഒരു ഗാനമാണ്. അതിൽ പറയുന്നുണ്ട്, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, അവൻ വല്ലഭനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ദൈവം നല്ലവനാണ്. അവൻ സൃഷ്ടിച്ച എല്ലാ സൃഷ്ടിയും നല്ലതാണ്. പിന്നെ എവിടെയാണ് ഈ പിഴച്ചു പോകുന്നത്? നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം ദൈവം ഓരോന്നിനെ സൃഷ്ടിക്കുന്ന സൃഷ്ടി വിവരണങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ദൈവം തമ്പുരാൻ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചു മനുഷ്യനെ സൃഷ്ടിച്ചു. അതുവരെ ദൈവം തമ്പുരാൻ എല്ലാം കണ്ടിട്ട് പറഞ്ഞു,
എല്ലാം നല്ലത് എന്ന്. എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം ദൈവം അവിടെ നല്ലതാണെന്നും പറയുന്നില്ല, മോശമാണെന്നും പറയുന്നില്ല. എന്താ അതിൻ്റെ കുഴപ്പം? ദൈവത്തിൻ്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഈ സൃഷ്ടിയെ നോക്കിയിട്ട് ദൈവം ഒരു കമന്റും പറയുന്നില്ല. ബാക്കി എല്ലാത്തിനെയും സൃഷ്ടിച്ചിട്ട് പറയുന്നുണ്ട്, കൊള്ളാം, നല്ലത്. ഇതാണ് നമ്മുടെ ദൈവശാസ്ത്രത്തിൻ്റെ മറ്റൊരു വശം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 48-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുകയും എന്നതാണ്. അപ്പോൾ ഈ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം ദൈവം മനസ്സിലാക്കുന്നത് ഈ സൃഷ്ടി ഇവിടം കൊണ്ട് പൂർണ്ണമാകുന്നില്ല എന്നുള്ളതാണ്. ഈ മനുഷ്യൻ ഇനിയും വളരേണ്ടതായിട്ടുണ്ട് എന്നതാണ്. എന്ന് പറഞ്ഞാൽ പ്രായം കൊണ്ട് വളരുക എന്നുള്ളതല്ല അർത്ഥം. നേരെ മറിച്ച് ആധ്യാത്മികമായി അവൻ ഇനിയും വളരേണ്ടവനാണെന്നുള്ള ബോധ്യം ദൈവം തമ്പുരാനുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ പിതാവ് സൽഗുണ പൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങളും ആ പൂർണ്ണതയിലേക്ക് വളരുവീൻ എന്ന് തമ്പുരാൻ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ വളർച്ച എന്നുള്ളത് ഈ മാമോദീസ തൊട്ടിയിൽ നിന്നും ആരംഭിക്കുന്നതായ വളർച്ചയാണ്. ആ വളർച്ച ചെന്നു ചേരേണ്ടത് നിത്യജീവന്റെ അനുഭവത്തിലേക്കും. ഇതിനിടയിലുള്ളതായ ഈ കാലഘട്ടങ്ങളിലൊക്കെ നല്ലത് പ്രവർത്തിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. അവിടെ നല്ലതേത് എന്ന് തിരിച്ചറിയുവാനുള്ള വിവേകവും ബോധ്യവും ദൈവകൃപയും പ്രാപിക്കേണ്ടവരാണ് ഞാനും നിങ്ങളും. പ്രിയപ്പെട്ടവരെ, എത്രയോ മനുഷ്യർക്ക്, എത്രയോ ശ്രേഷ്ഠരായ വ്യക്തിത്വങ്ങൾക്ക് തങ്ങളുടെ ജീവിതയാത്രയിൽ ഇടറിപ്പോയ നിമിഷങ്ങളുണ്ട്. എത്രയോ പേർക്ക് തങ്ങളുടെ സ്വപ്ന സാഫല്യത്തിലേക്ക് അടുക്കുവാൻ തക്കവണ്ണം കഴിയാതെ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിശ്ചയമായും തിരിച്ചറിയണം ദൈവകൃപയുടെ കുറവ്, ദൈവ സംസർഗത്തിൻ്റെ കുറവ് എനിക്കും നിങ്ങൾക്കുമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നിശ്ചയമായും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ തളർന്നു പോകാതെയും ദൈവത്തെ കുറ്റപ്പെടുത്താതെയും ദൈവസന്നിധിയിൽ ചേർന്ന് നിൽക്കുവാനുള്ള വിളി നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഈ വേദഭാഗത്തിൽ ഇപ്രകാരം പറയുന്നത്, മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവർക്ക് മുന്നിൽ പ്രകാശിക്കണം. അപ്പൊ ഈ വെളിച്ചം സ്വീകരിക്കുവാൻ തക്കവണ്ണം അപാരമായ ദൈവകൃപ നമുക്കുണ്ടാകണം. യേശു തമ്പുരാനെ വെള്ളിയാഴ്ച ദിവസം ക്രൂശിക്കുവാൻ 2 ആസന്ന കാരണങ്ങൾ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യേശു തമ്പുരാനെ ക്രൂശിൽ തറയ്ക്കുവാൻ തക്കവണ്ണം ശ്രദ്ധേയമായ 2 കാരണങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒന്ന്, ലാസറിനെ ഉയർപ്പിച്ചു. അന്നേ നാഴിക വരെ ഒരു ആധ്യാത്മിക നേതാവും ഒരു നേതാവും പ്രസംഗിച്ചതല്ലാതെ പ്രവർത്തിച്ചിട്ടില്ലാത്ത ഒരു മഹത്തായ ശ്രേഷ്ഠമായ ഒരനുഭവം ആ ജനസമൂഹത്തിന് മുൻപിൽ യേശു തമ്പുരാൻ കാണിക്കുകയാണ്. താൻ ഏറെ സ്നേഹിച്ച ഒരു വ്യക്തിത്വം ലാസർ, താൻ ഏറെ സ്നേഹിച്ച ഒരു കുടുംബം, മാർത്തയും മറിയയും അടങ്ങുന്ന സഹോദരിമാരടങ്ങുന്ന ഒരു കുടുംബം, അവിടെ യേശു തമ്പുരാനെ ഈ ലാസറിൻ്റെ
പ്രയാസങ്ങളൊക്കെ മരണാസന്നനായി പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ യേശു തമ്പുരാനോട് കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്. പക്ഷേ തമ്പുരാൻ അവിടെ വരുന്നില്ല. താൻ ഏറെ സ്നേഹിച്ചതായ ഒരു വ്യക്തിത്വമാണ്. നമ്മളും പറഞ്ഞല്ലേ, നമ്മളും പറയാറുണ്ട്. ഞാൻ പള്ളിയിലൊക്കെ എത്രയോ സജീവമായി പ്രവർത്തിക്കുന്നതാണ്. എനിക്കൊരസുഖം വന്നിട്ട് ഒരു മനുഷ്യൻ പോലും എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞങ്ങളുടെ പള്ളിയിൽ എത്രയോ അച്ഛന്മാരുണ്ട്, ഒരച്ഛൻ പോലും എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ലാസറിനും ഇതേ സാഹചര്യത്തിലൂടെയാണ് ലാസറിന്റെ കുടുംബവും ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. ലാസർ മരിച്ചു. ഒരു ദിവസമായി, 2 ദിവസമായി, 4 ദിവസം കഴിഞ്ഞപ്പോൾ 4-ാം ദിവസം യേശു തമ്പുരാൻ വരികയാണ്. 4-ാം ദിവസം മാർത്തയുടെയും മറിയയുടെയും സമീപത്ത് യേശു തമ്പുരാൻ എത്തുമ്പോൾ അവിടെ കൂടെയിരുന്ന് അവരോട് ചോദിക്കുന്നുണ്ട്, ലാസറിനെ അടക്കിയത് എവിടെ എന്നുള്ളത്. മാർത്ത പറയുകയാണ്, കർത്താവേ, നാറ്റം വെച്ച് തുടങ്ങിക്കാണും, കാരണം 4-ാം ദിവസമാണ്. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. മാർത്തയെ സമാധാനപ്പെടുത്തിയതാണ്. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ക്രിസ്തുവിനെ ക്രൂശിക്കുവാനുള്ള ഏറ്റവും ഉദാത്തമായ ഒരു പ്രശ്നമായി യഹൂദന്മാർ കണ്ടത് മരിച്ചുപോയ ഒരു മനുഷ്യന് യേശു തമ്പുരാൻ ജീവൻ കൊടുക്കുന്നു. എന്തുകൊണ്ടാണ് യഹൂദന്മാർക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടാകുന്നത്? മരിച്ചൊരാളെ ഉയർപ്പിക്കുക, ഒരു കുടുംബത്തിൻ്റെ കണ്ണുനീരിൽ മനസ്സലിഞ്ഞ് അവരുടെ പ്രയാസങ്ങളിലായിരുന്ന് അവരുടെ സഹോദരനെ തിരിച്ചു കൊടുക്കുന്നു. ഇതിലെന്താണ് തെറ്റ്? ഇതിലെന്താണ് ശരികേട്? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 47-ാം വാക്യം മുതൽ ഉള്ള ഭാഗം വായിച്ചാൽ കൃത്യമായി നമുക്ക് മനസ്സിലാകും. അവിടെ പറയുന്നു, 48-ാം വാക്യത്തിൽ, അവനെ ഇങ്ങനെ വിട്ടയച്ചാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും. യേശു തമ്പുരാനെ ഇങ്ങനെയൊക്കെ വിട്ടയച്ചാൽ ഈ ജനമെല്ലാം അവൻ്റെ കൂടെ പോകും. ഈ ജനമെല്ലാം അവൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പള്ളിയിൽ ആര് വരും? നമ്മുടെ ആരാധനയിൽ ആര് പങ്കെടുക്കും? നമ്മൾ കെട്ടിപ്പൊക്കിയതായ ഈ സൗധങ്ങളിൽ പിന്നെ ആര് പ്രവേശിക്കും? വീണ്ടും പറയുന്നുണ്ട്, ജനം മുഴുവനും നശിച്ചു പോകാതെ വണ്ണം ഒരു മനുഷ്യൻ ജാതികൾക്ക് വേണ്ടി മരിക്കുന്നത് നന്ന് എന്ന് ഓർക്കുന്നുമില്ല. ഈ ജനമെല്ലാം നശിക്കാൻ പോവുകയാണ്. യേശു തമ്പുരാന്റെ പുറകെ നടന്നാൽ ഈ ജനം മുഴുവൻ നശിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ജനത്തെ സംരക്ഷിക്കണം, നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കണം. അതുകൊണ്ട് അവനെ ഇല്ലായ്മ ചെയ്യണം. യേശു തമ്പുരാനെ കൊല്ലുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് ലാസറിനെ ഉയർപ്പിച്ചത്. വീണ്ടും വരുമ്പോൾ രണ്ടാമതായി നാം കാണുന്നതായ ചിത്രം ദേവാലയത്തിൽ പ്രവേശിക്കുന്ന ഒരു യേശു തമ്പുരാനെ, യെരുശലേം ദേവാലയത്തിൻ്റെ സാഹചര്യങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന യേശു തമ്പുരാനെ നാം കാണുന്നുണ്ട്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങളിൽ അവിടെ ഇങ്ങനെ കാണുന്നുണ്ട്, അവർ യെരുശലേമിൽ എത്തിയപ്പോൾ അവൻ ദേവാലയത്തിൽ കടന്നു. ദേവാലയത്തിൽ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കി തുടങ്ങി. പൊൻവാണിഭക്കാരുടെ മേശകളെയും പ്രാക്കളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചു കളഞ്ഞു. ആരും ദേവാലയത്തിൽ കൂടി ഒരു വസ്തുവും കൊണ്ടുപോകുവാൻ സമ്മതിച്ചില്ല. എല്ലാവരെയും പുറത്താക്കി യേശു തമ്പുരാൻ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്, എൻ്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥിക്കുവാനുള്ള ആലയമാണ്. എല്ലാവർക്കും കണ്ണുനീരോടെ വന്നു കയറുവാനുള്ള ആലയമാണ്. അതിനെയാണ് നിങ്ങൾ
കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും ഗുഹയാക്കി മാറ്റിയത്. പ്രിയപ്പെട്ടവരെ, ആര് ചെയ്തതാണ് ശരി? ഒരു ദേവാലയമായി നിൽക്കണമെങ്കിൽ അതിൽ എന്തുണ്ടാകണം, എന്തുണ്ടാകരുത് എന്നുള്ളതും യേശുദമ്പുരാൻ കൃത്യമായി പറയുകയാണ്. യെരൂശലേം ദേവാലയം നമുക്കറിയാം, യഹൂദന്മാർ ചിന്നിച്ചിതറിപ്പാർക്കുന്നവരാണ്. ബലിയർപ്പിക്കുവാൻ യഹൂദന് അനുവാദമുള്ളത് യെരൂശലേം ദേവാലയത്തിൽ മാത്രമാണ്. അതുകൊണ്ട് ലോകത്തിൽ എവിടെ പോയി ഒരു യഹൂദൻ താമസിച്ചാലും അവൻ ബലിയർപ്പിക്കണമെങ്കിൽ അവൻ യെരൂശലേം ദേവാലയത്തിൽ വരണം. യെരൂശലേം ദേവാലയത്തിൽ വരുമ്പോൾ അവിടെ ദേവാലയത്തിന് ചുറ്റും ഓരോ പ്രാവിൻ കുഞ്ഞുങ്ങൾ, ബലിവസ്തുക്കൾ, ബലിമൃഗങ്ങൾ ഒക്കെ ഇങ്ങനെ അടുക്കി വച്ചിരിക്കുന്നു നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഈ ബലിയർപ്പിക്കുവാനായി ബലിവസ്തുവുമായി വരുന്ന പാപിയായ മനുഷ്യനെ നോക്കി മഹാപുരോഹിതന്മാരൊക്കെയും ആ ബലിവസ്തുവിന് ഊനമില്ല എന്ന് ഉറപ്പിക്കണം. ഈ കൊണ്ടുവരുന്ന ബലിവസ്തു, ബലിമൃഗം, അതിന് ഊനമില്ല, കുറവില്ലാത്ത, ഒരു കുറവുമില്ലാത്ത ജീവിയാണ്, അല്ലെ മൃഗമാണ്, പക്ഷിയാണ് എന്ന് സർട്ടിഫൈ ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ഏത് യഹൂദനും എവിടെ നിന്ന് കൊണ്ടുവരുന്ന ബലിവസ്തുവിനെയും ബലിമൃഗത്തെയും ഇന്ന കുറവുകളുണ്ടോ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന സാഹചര്യം. ഇതിനേക്കാൾ നല്ലതിനെ അപ്പുറയോട്ട് ചെന്നാൽ അവിടെ കിട്ടും, അവിടെ നിന്ന് വാങ്ങിക്കാം. അപ്പൊ ഇങ്ങനെ ദേവാലയത്തെ ഒരു കച്ചവടത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമൂഹത്തിന് മുൻപിൽ യേശുദമ്പുരാൻ കടന്നു കയറി ചെന്ന് പറയുകയാണ്, എല്ലാവരെയും ഓടിച്ചു കളഞ്ഞിട്ട് പറയുകയാണ്, ഈ ഭൂമി, ഈ മണ്ണ്, ഇത് ദൈവത്തിൻ്റെ ആലയമാണ്, ഇവിടെ പ്രാർത്ഥിക്കുവാനുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇനിയും ഇവനെ വെച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതല്ല. മരിച്ചുപോയൊരു മനുഷ്യനെ ഉയർപ്പിച്ചു. ഇപ്പോഴേ നമ്മുടെ ദേവാലയത്തിലും നമ്മുടെ പള്ളിയിലും നമ്മൾ സ്വന്തമെന്ന് നമ്മുടെ പ്രൗഢിയോടെ നമ്മൾ മനസ്സിൽ കാത്തുപരിപാലിക്കുന്ന നമ്മുടെ ആലയത്തിലും അവൻ പ്രവേശിച്ചു. ഇനിയും അവനെ ഭൂമിക്ക് മുകളിൽ വെച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് നല്ലതല്ല. പ്രിയപ്പെട്ടവരെ, യേശുദമ്പുരാനെ വധിക്കുവാൻ ഈ രണ്ട് കാരണങ്ങൾ തന്നെ ഏറ്റവും ശ്രദ്ധേയമാണ്. യേശുദമ്പുരാനെ ക്രൂശിക്കണമെന്ന് ആക്രോശിച്ചതായ ജനസമൂഹം അവനിൽ നിന്ന് നന്മകളും അനുഗ്രഹങ്ങളും രോഗസൗഖ്യങ്ങളും ഒക്കെ പ്രാപിച്ച നമ്മെ പോലെയുള്ള സമൂഹമാണ്. പ്രിയപ്പെട്ടവരെ, യേശുദമ്പുരാനെ ക്രൂശിക്കുവാൻ തക്കവണ്ണം എന്ത് തെറ്റാണ് അവൻ ചെയ്തത്? ഭൂരിപക്ഷത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് പോകുന്നതാണോ നല്ലത്? ഭൂരിപക്ഷം മോശമെന്ന് പറയുന്നതാണോ ശരിക്കും മോശമായ കാര്യം? അതുകൊണ്ട് ചില ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ചോദിക്കണം. ചില കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ആരാണ് നല്ലതിനെ വിവേചിക്കുക, നല്ലതിനെ നമുക്ക് മുൻപിൽ കാണിച്ചു തരിക? യേശുദമ്പുരാൻ നല്ല ഒരു ഉദാഹരണം നമുക്ക് മുൻപിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. നല്ല ശമരിയാക്കാരൻ്റെ ഉപമ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അവിടെ അർത്ഥപ്രാണനായി കിടക്കുന്ന മനുഷ്യനെ കണ്ട് അദ്ദേഹത്തിൻ്റെ സമീപത്തോടുകൂടി 3 പേര് പോകുന്നതായ ചിത്രമൊക്കെ 30-31 വാക്യങ്ങളിൽ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 31-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നുണ്ട്. ആദ്യം പോകുന്നത് ഞങ്ങളെപ്പോലെയുള്ള പുരോഹിതന്മാരാണ്.
പള്ളി കമ്മിറ്റിയോ പെരുന്നാൾ കമ്മിറ്റിയോ ഒക്കെയുള്ള തിരക്കിലായിരിക്കാം. ഈ മനുഷ്യനെ കാണാതെ പുരോഹിതൻ പോവുകയാണ്. പിന്നീട് വരുന്നത് ഒരു ലേവ്യനാണ്. അവനും അവൻ്റെ വഴിക്ക് പോകുന്നു. പിന്നെ വരുന്നത് ഒരു ശമരിയാക്കാരനാണ്. ഈ ശമരിയാക്കാരൻ അതുവഴി വരുന്നു. ഈ മനുഷ്യനെ കാണുന്നു. അവൻ്റെ മുറിവുകൾ തുടച്ച് എണ്ണ പുരട്ടി ആ മുറിവിനെ കെട്ടുന്നു. അതിനുശേഷം അവൻ്റെ വാഹനത്തിൽ കയറ്റി അവനെ അടുത്തുള്ള സത്രത്തിൽ ഏൽപ്പിക്കുന്നു. എന്നിട്ട് അവിടെയുള്ളവനോട് പറയുകയാണ്, വേണ്ടതായ ചികിത്സകളൊക്കെ കൊടുക്കണം, ചെയ്യണം. അതിനുശേഷം വീണ്ടും പറയുന്നു, എന്തെങ്കിലും അധികമായി വന്നാൽ തിരികെ വരുമ്പോൾ അതും തന്നുകൊള്ളാം. ഇതാരാണ് പറയുന്നത്? ശമരിയാക്കാരൻ. യഹൂദന്റെ മുൻപിൽ ശമരിയാക്കാരൻ വ്യത്യസ്തനായ, അല്ലെങ്കിൽ ജാതീയമായി വിവേചനങ്ങൾ അനുഭവിക്കുന്നവനാണ് ശമര്യൻ. അവൻ ചെയ്ത പ്രവൃത്തിയെയാണ് യേശു തമ്പുരാൻ യഹൂദന്റെ മുൻപിൽ തുറന്നു കാട്ടുന്നത്. പുരോഹിതൻ പോയി, ലേവ്യനും പോയി. ഈ ശമരിയാക്കാരൻ്റെ പ്രവൃത്തിയിലേക്കാണ് എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് 37-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് യേശു തമ്പുരാൻ പഠിപ്പിക്കുന്നുണ്ട്. അവനോട് കരുണ കാണിച്ചവനെന്ന് അവൻ പറഞ്ഞു. യേശു അവനോട്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഒരു ക്രൈസ്തവൻ എന്നുള്ള നിലയിൽ നമ്മുടെ ചുമതലയും ഉത്തരവാദിത്വവും എന്താണ് എന്നുള്ളത് ഈ ഒരു കഥയിലൂടെ, ഉപമയിലൂടെ യേശു തമ്പുരാൻ നമുക്ക് വെളിവാക്കി തരികയാണ്. നമ്മൾ ശ്രേഷ്ഠരാണെന്നും നമ്മളെന്തോ വലിയ ആളുകളാണെന്നും ചിന്തിക്കുന്ന നമുക്ക് യേശു തമ്പുരാന്റെ ഉപമ നമ്മെ സ്വാധീനിക്കേണ്ടിയിരിക്കുന്നു. ആര് പ്രയാസപ്പെട്ടാലും, ആർക്ക് വിഷമതകൾ നേരിട്ടാലും അവരോട് ചേർന്നിരിക്കുവാൻ, ആ ബുദ്ധിമുട്ടുന്നവരോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് കഴിയേണ്ടതായിട്ടില്ലേ? നിശ്ചയമായിട്ടുമുണ്ട്. യേശു തമ്പുരാൻ പറയുകയാണ്, നീയും പോയി അപ്രകാരം ചെയ്യണം. എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു വിടുകയല്ല, നീയും പോയി ഇവൻ എന്താണോ ചെയ്തത് അതുപോലെ തന്നെ ചെയ്യണം. യാതൊരു കുറവും അതിനകത്ത് യേശു തമ്പുരാൻ കാണിക്കുന്നില്ല. നീയും അതുപോലെ തന്നെ ചെയ്യണം എന്നുള്ളതാണ്. ഞാൻ എടുത്തതായ സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ നിന്നും കാണുന്നു, അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും പ്രവൃത്തി നല്ലതായിരിക്കണം. അപ്പോൾ ആ പ്രവൃത്തി എന്തായിരിക്കും എന്നുള്ളത് തൊട്ട് മുകളിലുള്ളതായ വാക്യത്തിൽ നാം കാണുന്നുണ്ട്. 13-ാം വാക്യം, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പിനെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. അത് ഒരേ സമയത്ത് രുചി വരുത്തുന്നതാണ്, അതേ സമയത്ത് സംരക്ഷണം നൽകുന്നതാണ്. ഇനിയും അല്പം കൂടി കടന്നു പറഞ്ഞാൽ, ഉപ്പ് സാറാമ്മ ഇട്ടാലും സരസമ്മ ഇട്ടാലും ഉപ്പിന് ഉപ്പിൻ്റെ രുചിയെ, ഉപ്പിൻ്റെ ഗുണമേ കാണിക്കുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മൾ എവിടെയായിരുന്നാലും, ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി പാർത്താലും, ക്രൈസ്തവൻ എന്നുള്ള നിലയിൽ നമുക്ക് ആയിരിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഈ ഉപ്പ് ഏത് കറിയിലിട്ടാലും, ഏത് ആഹാരത്തിൽ നമ്മൾ ഇട്ടാലും പിന്നീട് ആ ഉപ്പിനെ നമുക്ക് വേർതിരിക്കാൻ കഴിയില്ല. ഇതാണ് ക്രിസ്ത്യാനി. ഇതായിരിക്കണം ദൈവത്തെ അനുഗമിക്കുന്നവൻ്റെ ജീവിതവും. എല്ലാത്തിൻ്റെയും ഒപ്പം നടന്ന്
രുചി കൊടുക്കുന്ന, നന്മ പ്രവർത്തിക്കുന്ന അനുഭവമായി നിൽക്കുവാനും അതേസമയം ശാന്തമായി തിരശ്ശീലയ്ക്ക് പിൻപിൽ നിന്ന് പ്രവർത്തിക്കുവാനും കഴിയുന്നുണ്ടെങ്കിൽ നിശ്ചയമായും നമ്മുടെ ജീവിതം അനുഗ്രഹമായി തീരും. പലരുടെയും ജീവിതത്തിൽ നിരാശകൾ നേരിടേണ്ട അനുഭവങ്ങൾ ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്. നമ്മൾ വല്ലാതെ അങ്ങ് സ്വപ്നം കാണും, വല്ലാതെ അങ്ങ് ആഗ്രഹിക്കും. പക്ഷേ ആകേണ്ടതുപോലെ നമ്മൾ ആകുന്നില്ല എങ്കിൽ പിന്നെ സ്വപ്നം കണ്ടിട്ടോ നമ്മൾ വലിയ കാര്യങ്ങൾ പ്രതീക്ഷിച്ചിട്ടോ കാര്യമില്ല എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ടത്. നമുക്കൊക്കെയും സുപരിചിതയായ ഒരു വ്യക്തിത്വമാണ് സുനിത വില്യംസ്. കഴിഞ്ഞിടയിൽ ബഹിരാകാശത്ത് പോയി വന്ന ഒരു യാത്രിക. അവരുടെ ഒരു അനുഭവക്കുറിപ്പ് വായിക്കുവാനിടയായി. അതിൽ ആ സ്ത്രീ കുറിച്ചിരിക്കുന്നതായ കുറിപ്പ് എന്നെ വല്ലാതെ സ്വാധീനിച്ചു. ഈ പേടകത്തിൽ അകത്തിരുന്ന് ഭൂമിയെ നോക്കുമ്പോൾ എല്ലാം പച്ച പുതച്ച് നിൽക്കുന്നു. എങ്ങും ഒരതിർത്തിയോ അതിർവരമ്പോ എങ്ങും കാണുവാനായിട്ടും കഴിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ജീവിക്കുന്ന ഈ ഇട്ടാവട്ടത്ത് നമ്മുടെ ഈ 4 സെന്റോ 5 സെന്റോ 10 സെന്റോ ഏക്കറോ ആയിക്കോട്ടെ, എത്രയോ പേരോടാണ് നമ്മൾ ഈ മല്ലിട്ടുകൊണ്ടിരിക്കുന്നത്. വഴിത്തർക്കത്തിൻ്റെ പേരിൽ എത്രയോ സഹോദരങ്ങളോടാണ് നാം മുഖം കറുപ്പിച്ചിട്ടുള്ളത്. എത്രയോ സ്നേഹിതരെയാണ്, അയൽക്കാരെയാണ് വാക്കുകൾ കൊണ്ട് നാം മുറിവേൽപ്പിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, 21-ാം നൂറ്റാണ്ടിൽ നാം ആയിരിക്കുമ്പോൾ ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്നവരെന്ന് നാം മേനി നടിക്കുമ്പോൾ എവിടെയൊക്കെയോ ചില അതിർവരമ്പുകൾ നമ്മൾ ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് ചില പ്രതിസന്ധികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്നത്. കേരളത്തിൻ്റെ മുൻ ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ കഴിഞ്ഞിടയിൽ അവരുടെയും ഒരു കുറിപ്പ് കാണുവാനിടയായി. ചീഫ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ തന്നെ വർണ്ണവിവേചനം നേരിട്ട ഒരു സ്ത്രീയാണ്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് പേരുടെ ചോരയും നീരും സഹനവും ഒക്കെ കൊണ്ടാണ് നമ്മളൊക്കെ ഇന്നായിരിക്കുന്ന ഈ വലിയ സാംസ്കാരിക പൈതൃകം എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ നാം ഇന്നായിരിക്കുന്നത്. അപ്പോഴും നമ്മളിവിടെ ചെറിയ ചെറിയ നിറത്തിൻ്റെ പേരിൽ, ചെറിയ ചെറിയ അതിരുതർക്കത്തിൻ്റെ പേരിലൊക്കെ ഇടഞ്ഞുകൊണ്ട് എത്ര നാളാണ് നാം മുന്നേറുന്നത്? പ്രിയപ്പെട്ടവരെ, യേശു തമ്പുരാൻ പറയുന്നു, നീയും പോയി അപ്രകാരം ചെയ്യണം. നീ ഉപ്പാകുന്നുവെങ്കിൽ, നീ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നുവെങ്കിൽ, നീ നല്ല ശമരിയാക്കാരനാകുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ പോയി അപ്രകാരം ചെയ്യുവീൻ. യു ഗോ ആൻഡ് ഡു ലൈക്ക് വൈസ്. ആവശ്യക്കാരൻ്റെ ആവശ്യത്തെക്കാൾ വലുതല്ല ജാതിയും മതവും വർണ്ണവും എന്നുള്ളത് നാം തിരിച്ചറിയണം. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്, സ്ത്രീയെന്നും പുരുഷനെന്നുമില്ല, യഹൂദനെന്നും യവനനെന്നുമില്ല, പിന്നെ നാം എല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ. വി ആർ വൺ ഇൻ ക്രൈസ്റ്റ്. പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ മുൻപിൽ ആണെന്നും പെണ്ണെന്നും വ്യത്യാസമൊന്നുമില്ല. നമ്മളിപ്പോഴും ഇവിടെ കിടന്നടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോഴും ഇവിടെ മേനി നടിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യഹൂദനെ സംബന്ധിച്ചിടത്തോളം നല്ല ഒന്നാന്തരം നീതിബോധമുള്ളവനാണ് യഹൂദൻ. പക്ഷേ എന്താണ് അവന് സംഭവിച്ചതായ അപജയം? യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നീതിബോധം എന്ന് പറയുന്നത് അവൻ്റെ സമുദായവുമായി ബന്ധപ്പെട്ടതായ നീതിബോധമാണ്. ഈ നീതിബോധത്തിൽ മാത്രം അടിയുറച്ചു നിൽക്കുവാനാണ് യഹൂദൻ എന്നും ശ്രമിച്ചിട്ടുള്ളത്. എന്നാൽ ഒരു ക്രൈസ്തവൻ എന്നുള്ള നിലയിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കണം എന്നുള്ളത് യേശു തമ്പുരാൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു സാധാരണ നീതിബോധത്തെ കവിയുന്ന ഒരു നീതിബോധം നമുക്കുണ്ടാവണം. സാധാരണ നീതിബോധത്തെ കവിയുന്ന
ഒരു നീതിബോധം നമുക്കുണ്ടാവണം. അത് യേശു തമ്പുരാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഇങ്ങനെ നാം കാണുന്നുണ്ട്: നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. യേശു തമ്പുരാൻ അടിവരയിട്ട് ഓർമ്മിപ്പിക്കുകയാണ്, യഹൂദൻ നീതിബോധമുള്ളവനാണ്, പക്ഷേ സാധാരണ നീതിബോധത്തെ കവിയുന്ന ഒരു നീതിബോധം. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് അനേകർ ഒരു സ്ത്രീയെ കല്ലെറിയുവാൻ ഓടിക്കുന്ന ചിത്രം നമുക്കെല്ലാം സുപരിചിതമാണ്. അങ്ങനെ തെറ്റ് ചെയ്താൽ, പിടിക്കപ്പെട്ടാൽ, കല്ലെറിഞ്ഞ് അല്ലെ കല്ലേറിനാൽ അവസാനിക്കേണ്ട ജീവിതമാണ് ഒരു സ്ത്രീയുടേത്. പക്ഷേ അവൾ ഓടിയെത്തുന്നത് യേശു തമ്പുരാന്റെ കാൽക്കലേക്ക്. അങ്ങനെ യേശു തമ്പുരാൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. കൂടെ നിന്നവരോട് പറയുന്നു, നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ. പ്രിയപ്പെട്ടവരെ, ഇതാണ് നീതിബോധത്തെ കവിയുന്ന, സാധാരണ നീതിബോധത്തെ കവിയുന്ന ഒരു നീതിബോധം. യേശു തമ്പുരാനും കൃത്യമായി അറിയാം, നമുക്കും അറിയാം, ഒരു സ്ത്രീ മാത്രം തെറ്റിലേക്ക് ഒരിക്കലും പോകുന്നില്ല. അതുകൊണ്ടാണ് യേശു തമ്പുരാൻ അവരോട് തന്നെ ചോദിക്കുന്നത്, നിങ്ങളിൽ തെറ്റില്ലാത്തവർ കല്ലെറിഞ്ഞോ എന്ന്. സാധാരണ നീതിബോധത്തെ കവിയുന്ന ഒരു നീതിബോധം നമുക്കുണ്ടാവേണ്ടി ആയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെയും ഒരു ചിന്തയുള്ളത്, നമ്മുടെ നന്മ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതല്പം കുറച്ചുകൂടെ മാന്യതയുള്ള, കുറച്ചുകൂടെ ശ്രേഷ്ഠരായ ആളുകൾക്ക്, അല്ലെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ നന്ദിയുള്ളവരോട്, അല്ലെങ്കിൽ നമ്മളെ നാളെ കാണുമ്പോഴും അയ്യോ അച്ഛ, അയ്യോ അമ്മാമ്മ എന്ന് പറഞ്ഞ് നമ്മുടെ മുൻപിൽ കൈകൂപ്പി നിൽക്കുന്ന ഒരാളുടെ മുൻപിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ നമുക്ക് മടിയില്ല. പ്രിയപ്പെട്ടവരെ, യേശു തമ്പുരാൻ അങ്ങനെയല്ല വിവക്ഷിക്കുന്നത്. നമ്മുടെ നന്മ അത് സ്വീകരിക്കുന്നവരുടെ വലിപ്പത്തെക്കുറിച്ച് നമുക്ക് ധാരണയുണ്ട്. എന്നാൽ ആ സാധാരണ നീതിബോധത്തിനപ്പുറമായി ഒരു നീതിബോധം നമ്മെ ഭരിക്കുവാനായിട്ട് ഇടയാകണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ അതിൻ്റെ ഒരു വളരെ പ്രിസൈസായി പറഞ്ഞാൽ, നിന്നെ വിശക്കുന്നവനായിട്ടോ ദാഹിക്കുന്നവനായിട്ടോ ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുന്നൊരു ചിത്രം നാം അവിടെ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇടങ്ങളിൽ നമ്മൾക്ക് കഴിയാവുന്ന സാഹചര്യങ്ങളിലൊക്കെ മറ്റുള്ളവർക്ക് നന്മ കൊടുക്കുക. നമ്മുടെ ആയുസ് എത്രയുണ്ട് എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. യേശു തമ്പുരാൻ പറയുന്നു, ഈ ഏറ്റവും എളിയവനോട് ചെയ്തതെല്ലാം എനിക്കാകുന്നു ചെയ്തത്. നമുക്കൊക്കെയും ആഗ്രഹം നമ്മുടെ സ്ഥാനത്തിന് മുകളിലുള്ളവരെ പ്രീണിപ്പിക്കാനാണ്. അത് ഈ ലോകത്തിൻ്റെ ഒരു ക്രമീകരണം അങ്ങനെയാണ്. നമ്മുടെ നിലവാരത്തിന് മുകളിലുള്ളവരെ നോക്കാനും അവരുമായി നമ്മുടെ ജീവിതത്തെ തട്ടിച്ചു നോക്കാനും അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനും അവരെ പ്രീണിപ്പിക്കുവാനും പ്രീതിപ്പെടുത്തുവാനും ഒക്കെ നമുക്ക് അങ്ങേയറ്റത്തെ ആഗ്രഹവുമാണ്. അതെത്ര വില കൊടുത്ത് നമ്മളത് സാധിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ആവശ്യക്കാരന് പങ്കിടുന്നതാണ് നല്ല പ്രവൃത്തി. ആവശ്യക്കാരന് പങ്കിടുന്നതാണ് നല്ല പ്രവൃത്തി എന്ന് നാം തിരിച്ചറിയണം. പ്രത്യുപകാരം ചെയ്യുവാൻ കഴിവില്ലാത്തവനെ, പ്രാപ്തിയില്ലാത്തവനെ നമ്മളാരും കാണുന്നില്ല എന്നുള്ളതാണ് ഈ ലോകത്തിൻ്റെ സങ്കടകരമായ അവസ്ഥ. പ്രത്യുപകാരം ചെയ്യുവാൻ കഴിവില്ലാത്തവനെ, ത്രാണിയില്ലാത്തവനെ അവൻ്റെ അടുക്കൽ ചെല്ലുവാനും അവനെ ചേർത്ത് നിർത്തുവാനും നമുക്ക് കഴിയണം.
ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയാണ്, പ്രത്യേകിച്ച് തെക്കൻ ജില്ലകൾ ഉൾപ്പെടുന്ന പത്തനംതിട്ട ഈ പ്രദേശങ്ങൾ ഉൾപ്പെടെ വാർദ്ധക്യത്തിലായിരിക്കുന്നവരുടെ ഏകാന്തത, മക്കൾ വിദേശത്താകുന്ന സാഹചര്യം. മലങ്കര സഭ ആ വിഷയം ഏറ്റെടുത്തുകൊണ്ട് കഴിഞ്ഞ ആഴ്ച ഔദ്യോഗികമായി ചാര് എന്നൊരു പദ്ധതിക്ക് തുടക്കം കുറിച്ചതായി നാം കേട്ട് കാണും. ഞാൻ തൊട്ടു മുൻപിരുന്ന ദേവാലയത്തിൽ ഇങ്ങനെയൊരു ആശയവുമായി മുൻപോട്ടിറങ്ങാനായിട്ട് ഇടയായി. ശരിക്കും ഒന്ന് ചിരിക്കുന്നത് ഇപ്പോഴാണ് അച്ഛാ എന്ന് പറയുന്ന ഒരു സാഹചര്യം കാണുമ്പോഴും കേൾക്കുമ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അല്ല ഈ വിഷയത്തിൻ്റെ വ്യാപ്തി എന്നുള്ളത് നാം തിരിച്ചറിയും. അതുകൊണ്ട് വാർദ്ധക്യത്തിലാകുന്ന സാഹചര്യം ഒരാളോടും മിണ്ടാനില്ല, ഒരാളോടും സംസാരിക്കാനില്ല, ഹൃദയത്തിൻ്റെ വേദന പങ്കുവെക്കാനില്ല. നമുക്കറിയാമല്ലോ, ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധി നമുക്കുണ്ടാകുമ്പോൾ ആരോടെങ്കിലും ഒന്ന് തുറന്നു പറഞ്ഞാൽ ആ പ്രതിസന്ധികളൊക്കെ ഒരു പകുതിയിൽ കൂടുതൽ നമുക്ക് ആശ്വാസം ലഭിക്കും. എന്നാൽ ഒരു 80-70 വയസ്സ് കഴിഞ്ഞാൽ ഈ മനുഷ്യരനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി, പ്രിയപ്പെട്ടവരെ, അത് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ആരോഗ്യമുള്ള കാലത്തൊക്കെ ഇങ്ങനെ പ്രതിസന്ധി അനുഭവിക്കുന്നവരോടൊപ്പം ചേർന്നിരിക്കണം. അവരൊന്നും നമുക്ക് തരികയില്ല, പക്ഷേ അവരുടെ കണ്ണു നിറഞ്ഞുള്ള പ്രാർത്ഥന ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥനയേക്കാൾ മുന്നേ സ്വർഗം കേൾക്കും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനകളേക്കാൾ മുന്നേ സ്വർഗം കേൾക്കും. കണ്ണുനീരിൽ പ്രാർത്ഥിക്കുന്ന അനുഭവം ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അവിടെ ദൈവം പ്രവർത്തിക്കും. നമ്മളൊക്കെ ദുഃഖവെള്ളിയാഴ്ചയുടെ അനുഭവത്തിൽ കള്ളന്മാരുടെ സംവാദം കേൾക്കുന്നവരാണ്. അവിടെ വലത്ത് ഭാഗത്തെ കള്ളനും ഇടത്ത് ഭാഗത്തെ കള്ളനും പറയുന്ന ആശയങ്ങളൊക്കെ നാം കാണുന്നുണ്ട്. ജീവിതത്തിൽ ഒരിക്കൽ പോലും നന്മ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശുവിനോടൊപ്പം അവരെയും ക്രൂശിക്കുന്നത്. എന്നാൽ യേശു തമ്പുരാന്റെ സാമീപ്യത്തിൽ വലത്തു ഭാഗത്തെ കള്ളന് അനുതാപമുണ്ടാകും. അനുതാപമുള്ളവൻ യേശുവിനോട് പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ കൂടൊന്ന് ഓർക്കണം. ഓർത്തോണം, മരണത്തെ മുഖാമുഖം കണ്ട് അടുത്ത സെക്കൻഡിൽ പ്രാണൻ നഷ്ടപ്പെടുവാൻ കിടക്കുന്ന മനുഷ്യരാണ്. അവന്റെ അവസാന നിമിഷം അവന്റെ അനുതാപം സ്വർഗം കേട്ടു. നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലിരിക്കും. പ്രിയപ്പെട്ടവരെ, അന്ത്യനാഴികയിലെ അനുതാപം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാന നടക്കുമ്പോൾ പുരോഹിതൻ ഹൂസോയോ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഹൂസോയോ പ്രാർത്ഥനയുടെ അവസാനം ഒരു വരി ഇങ്ങനെ പിതാക്കന്മാർ കുറിച്ചിട്ടുണ്ട്: തമ്പുരാനെ, നല്ല അന്ത്യത്തിന് ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കണമേ. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പ്രായത്തിൻ്റെതായ പക്വതയില്ലായ്മയിൽ വിവേകത്തിൻ്റെ ആത്മാവില്ലാത്തതായ അനുഭവത്തിലൊക്കെയും പോയി തെറ്റുകളും കുറ്റങ്ങളും അനേകം ചെയ്തിട്ടുണ്ട്. പക്ഷേ അനുതപിക്കുവാനുള്ള അവസരം നഷ്ടപ്പെട്ടു പോകരുത്. അതുകൊണ്ടാണ് പിതാക്കന്മാർ പ്രാർത്ഥനയിൽ കുറിച്ചത്: പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. പെട്ടെന്ന് മരിച്ചുപോയാൽ ഒന്ന് അനുതപിക്കുവാനുള്ള സാധ്യത നഷ്ടപ്പെടുകയാണ്.
അനുതാപമുള്ള ഹൃദയത്തിന് ദൈവം തമ്പുരാൻ ഒരുക്കി വച്ചിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടുമില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള വിളിയെ അത് മാമോദീസ തൊട്ടിയിലൂടെ സ്വീകരിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമാകുന്നില്ല. നിരന്തരം ദൈവവുമായുള്ള വളർച്ചയിൽ നാം ആയിരിക്കേണ്ടവരാണ്. അവിടെ എവിടെയെങ്കിലും പിഴച്ചുപോയാൽ നമ്മളും അടിതെറ്റിപ്പോകും എന്നുള്ളത് ഓർത്തിരിക്കണം. അതുകൊണ്ട് ദാവീദ് രാജാവ്, ശ്രേഷ്ഠനായ അതിശക്തനായ രാജാവ്, വീണുപോയി. അനുതപിക്കുകയാണ്, അയ്യം വിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ അനുതാപത്തിൻ്റെ അനുഭവങ്ങൾ, അവസരങ്ങൾ ലഭിക്കുമ്പോൾ ഭംഗിയായി അതിനെ ഉപയോഗിക്കുവാൻ നമുക്കിടയാകണം. ദൈവമേ, വിശുദ്ധന്മാർക്ക് നീ നൽകിയിട്ടുള്ള ഓഹരിയും അവകാശവും ഞങ്ങൾക്കും നൽകണമേ. മറ്റൊരു പ്രാർത്ഥനയാണ്. നിന്റെ ജനത്തിൻ്റെ അപരാധങ്ങൾക്കും തെറ്റുകൾക്കും ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു എന്ന് പറയുന്ന മറ്റൊരു പ്രാർത്ഥന വിശുദ്ധ കുർബാനയിലുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കണം. പരിശുദ്ധ സഭയുടെ മിഷൻ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യങ്ങളിലൊന്നാണ് ഇത്. ഒരുപക്ഷെ മിഷൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ ചിന്തയിൽ വരുന്നത് ഒരു മനുഷ്യനെ മതം മാറ്റി നാളെ മുതൽ ഈ പള്ളിയിൽ കൊണ്ടുവരുന്നതാണ് എന്ത് മിഷൻ പ്രവർത്തനമെന്നാണ് നമ്മുടെ ഒരു ധാരണ. ഞാനും പ്രിയപ്പെട്ട ഈ രണ്ടച്ഛന്മാരും ഞങ്ങളൊക്കെ നാഗ്പൂർ സെമിനാരിയിൽ പഠിച്ചവരാണ്. മിഷൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെയും മതം മാറ്റുന്നതല്ല. ഈ പറഞ്ഞ വാക്യമാണ് നമ്മൾ ഓർക്കേണ്ടത്. നിങ്ങളുടെ നല്ല പ്രവൃത്തി കണ്ട് മറ്റുള്ളവർ നിങ്ങളുടെ പ്രകാശം കണ്ട് ആ പ്രകാശത്തിലേക്ക് വരണം. അതാണ്. അങ്ങനെ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തും. കോട്ടയത്തിൻ്റെ ഹൃദയത്തിൽ നിൽക്കുമ്പോൾ പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയെ ഓർക്കാതെ പോകാൻ നിവൃത്തിയില്ല. ജാതിയും മതവുമില്ലാതെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ എല്ലാവരെയും ചേർത്ത് നിർത്തിയൊരു പിതാവ്, പത്രോസ് ഒസ്താത്യോസ് പിതാവ്. സമൂഹത്തിൽ താഴേക്കിടയിൽ കിടക്കുന്നവരുടെ വീടുകൾ അന്ന് വീടെന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല. അങ്ങനെയുള്ളവരുടെ വീടിനുള്ളിലേക്ക് കയറി ചെന്ന് അവരെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തൊരു പിതാവ് നമുക്കുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാം. അവർ പറയുന്ന ഒരു വാചകം ഇങ്ങനെയുണ്ട്: പള്ളിത്തമ്പ്രാൻ എൻ മാടത്തിൽ വന്നു എന്നത്. എത്ര ഉദാത്തമായ ദൈവസ്നേഹമാണ് ഈ പിതാക്കന്മാർ അവർക്ക് മുൻപിൽ വരച്ചു കാട്ടിയത്. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ മുൻപിൽ ദൈവം നമുക്ക് നൽകിയ വെളിച്ചത്തെ, അതിനെ പ്രകാശിപ്പിക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകണം. അതിന് ദൈവം തമ്പുരാൻ നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് തലകളെ വണക്കാം. ഞങ്ങളെയേറെ സ്നേഹിക്കുകയും ഞങ്ങളെയേറെ പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, ദൈവമേ, ഞങ്ങളൊന്നുമല്ല ഏതുമല്ല എന്ന് സമ്മതിക്കുന്നു. നിന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കുവാൻ, നിന്റെ സന്നിധിയിൽ കണ്ണുനീരൊഴുക്കുവാൻ നീ ഞങ്ങൾക്ക് തന്ന അവസരത്തിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു. തമ്പുരാനെ, പലവിധമായ ഭാരങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും സങ്കടങ്ങളിലൂടെയും ആരോടും തുറന്നു പറയാൻ കഴിയാത്ത വേദനയിലൂടെയും കടന്നു പോകുന്ന ഒരുപാട് ഹൃദയങ്ങൾ നിന്റെ സന്നിധിയിൽ നിലവിളിക്കുന്നു. നീ അവരെ തൃക്കൺ പാർക്കണമേ. അനുതാപികളെ, കണ്ണുനീരൊഴിക്കുന്നവരെ നീ അവിടുന്ന് കരുതുന്നവനാകുന്നുവല്ലോ. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ഒരു ദൈവം ഞങ്ങൾക്കുണ്ട് എന്നുള്ള ബോധ്യത്തിൽ ഞങ്ങൾ നിന്റെ സന്നിധിയിൽ നിലവിളിക്കുന്നു. നാഥ, ഞങ്ങളെ നീ അവിടുന്ന് കരുതിക്കൊള്ളണമേ. കർത്താവേ, ഞങ്ങൾ പാപികളാകുന്നു, ദോഷികളാകുന്നു.
കർത്താവേ, നിന്റെ വെളിച്ചത്തിൽ നടക്കുവാൻ ഞങ്ങളെ നീ അവിടുന്ന് ഇടയാക്കണമേ. നിന്റെ കൃപയാണ് ഓരോ നിമിഷവും ഈ ലോകത്തിലായിരിക്കുന്നതെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. നീ എന്താണോ ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതിലേക്ക് ഞങ്ങളെ നീ നയിക്കണമേ. അതിലേക്ക് ഞങ്ങളെ നീ ഉയർത്തണമേ. കർത്താവേ, ഞങ്ങളുടെ സങ്കടങ്ങളെ, കണ്ണുനീരുകളെ നീ കാണണമേ. കർത്താവെ, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ, പൈശാചികമായ ശക്തിയിൽ നിന്നും സാത്താന്യ ശക്തിയിൽ നിന്നൊക്കെയും അവർ ജയമുള്ള സ്ലീവായ നീ കാക്കണമേ. ഞങ്ങളുടെ തലമുറകൾ ഒന്നുപോലും അവിടെ നഷ്ടപ്പെട്ടു പോകുവാൻ നീ സംഗതിയാക്കരുതേ. കർത്താവെ, ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ, ഉപജീവന മാർഗത്തെ അന്വേഷിക്കുന്നവരെ സമർപ്പിക്കുന്നു. കർത്താവെ, പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും അവസ്ഥയിലേക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ സഹോദരങ്ങളെ നീ തള്ളിവിടരുതേ. തമ്പുരാനെ, ശ്രേഷ്ഠവും ഉചിതമായ അനുഭവത്തിലേക്ക് അവരെ നീ ഉപനയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവരെ സമർപ്പിക്കുന്നു. കർത്താവെ, ഉചിതമായ ആലോചനകളെ നൽകി ഉചിതമായ ബന്ധങ്ങളെ നീ അവിടുന്ന് കൂട്ടിച്ചേർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഒന്നുമല്ലല്ലോ, നീ കൂട്ടിച്ചേർക്കുന്നതിലെ സന്തോഷത്തിലേക്കും ആനന്ദത്തിലേക്കും ഞങ്ങളുടെ സഹോദരങ്ങളെ നീ കൈപിടിച്ചുയർത്തണമേ. കർത്താവെ, വിവാഹബന്ധത്തിൽ തമ്പുരാനെ അടുത്ത തലമുറയെ കാണുവാൻ ആഗ്രഹിക്കുന്ന, പ്രത്യേകാൽ അതിൽ ഭാരപ്പെടുന്ന ദമ്പതികളെ ഓർക്കുന്നു. കർത്താവെ, അവർക്ക് സമാധാനവും സ്വസ്ഥതയും ഹൃദയ നൈർമല്യമൊക്കെ നീ അവിടെ നൽകണമേ. കർത്താവെ, മറ്റുള്ളവരുടെ പരിഹാസത്തിന് പാത്രമായി തീരുവാൻ അവരെ നീ വിട്ടുകൊടുക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. കർത്താവെ, പുതിയ തലമുറയിൽ സന്തോഷവും ആനന്ദവും പ്രാപിക്കുവാൻ നിന്റെ മക്കൾക്ക് സംഗതിയാക്കണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബജീവിതത്തെ സമർപ്പിക്കുന്നു നാഥ. തമ്പുരാനെ, മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അനുഭവത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഒക്കെ ഓർക്കുന്നു. കർത്താവെ, അവർക്ക് വിവേചനത്തെ നീ അവിടെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സമാധാനമില്ലാത്ത കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സന്തോഷമില്ലാത്ത കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അടിക്കടി വേദനകളും നൊമ്പരങ്ങളും കർത്താവെ രോഗങ്ങളും ബാധിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നീ അവിടുന്ന് ആശ്വാസകനാകണമേ. നിന്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ നീ തൊട്ടവരും നിന്നെ തൊട്ടവരും എപ്രകാരം സൗഖ്യം പ്രാപിച്ചോ അപ്രകാരം ഞങ്ങളുടെ രോഗങ്ങളിൽ, ഞങ്ങളുടെ രോഗികളിൽ നീ തൊടയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. തമ്പുരാനെ, മദ്യപിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ ഓർക്കുന്നു. കർത്താവെ, അതിലൂടെ മാനസികമായി തളർന്നു പോകുന്ന ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ സമർപ്പിക്കുന്നു. അവരുടെ തലമുറയെ, കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരനുഭവിക്കുന്ന നൊമ്പരങ്ങളെ, മാനസിക പിരിമുറുക്കങ്ങളെ, അവരുടെ പഠനങ്ങളെ പോലും സാരമായി ബാധിക്കുന്ന അന്തരീക്ഷത്തെ തമ്പുരാനെ നീ അവിടുന്ന് കാണണമേ. കർത്താവെ, വിവേചനത്തിൻ്റെ ആത്മാവിനെ, കർത്താവെ, പരിശുദ്ധാത്മാവിൻ്റെ കൃപയെ നിന്റെ മക്കൾക്ക് ധാരാളമായി നീ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഭാരപ്പെടുന്ന, പ്രയാസപ്പെടുന്ന, രോഗത്തിലായിരിക്കുന്ന, ഞെരുക്കത്തിലായിരിക്കുന്ന, കർത്താവെ, തടവിലാക്കപ്പെട്ടു പോകുന്ന, തുറങ്കടലിൽ അടക്കപ്പെട്ടു പോകുന്ന, കർത്താവെ, പീഡനത്തിലായി പോകുന്ന, കർത്താവെ, നൊമ്പരങ്ങൾ അനുഭവിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളിൽ വിധവകളായിട്ടുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീതിയും ന്യായവും അവർക്ക് നടത്തിക്കൊടുക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ നേതാക്കന്മാർക്ക് നല്ല ആത്മാവിനെ നീ അവിടുന്ന് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നല്ലൊരു ജീവിതം ഞങ്ങൾക്ക് നൽകുന്നതിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന പ്രദേശത്തെ സമർപ്പിക്കുന്നതാ, സന്തോഷത്തോടെയും സമാധാനത്തോടെയും അടിയങ്ങളായിരിക്കുന്ന ഈ പ്രദേശത്ത് കർത്താവെ, നിനക്ക് ഉത്തമ സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെയും നീ ഇടയാക്കണമേ. ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയൊരു ഓർത്ത് പ്രാർത്ഥിക്കുന്നതാ, ഇമ്പങ്ങളുടെ പ്രതീസയിൽ അവർക്ക് ആശ്വാസം കൊടുക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ.